ഈ ശരീരമുണ്ടെങ്കിലല്ലേ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ പറ്റൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അതുകൊണ്ട് നഫ്സിനെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ റൂഹിനെ നിങ്ങൾ തസ്കിയത്ത് ചെയ്തെടുക്കിൻ, പരിപോഷിപ്പിച്ചെടുക്കിൻ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിൻ. എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചിന്തിക്കിൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എനിക്ക് മതി, ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. നരകത്തിലേക്ക് മനുഷ്യൻ ആപ്പതിച്ചു വീഴുകയാണെങ്കിൽ എന്തവനെ രക്ഷപ്പെടുത്താൻ വരും? ആരവനെ രക്ഷപ്പെടുത്താൻ വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. സമ്പാദ്യം ജീവിക്കുന്നത് അതിനെന്ന പോലെ, ആകെ ജീവിക്കുന്നത് കച്ചവടത്തിന്, ആകെ ജീവിക്കുന്നത് വീടുണ്ടാക്കാൻ, ആകെ ജീവിക്കുന്നത് മക്കളെ കെട്ടിക്കാൻ. ഈ സമ്പാദ്യങ്ങളൊക്കെ നാളെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുപകാരം? സ്വർണത്തിന്റെ ഒരു മോതിരം സ്വഹാബിന്റെ കയ്യിൽ കണ്ടപ്പോഴാണ് ആ മോതിരം വലിച്ചൂര്. സ്വർണം പുരുഷന് പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ നരകത്തിന്റെ തീക്കനൽ നീ കയ്യിൽ വെക്കുകയാണോ, നരകത്തിന്റെ തീക്കനൽ ആഭരണമായി അണിയുകയാണോ എന്ന് പുരുഷനോട്, സ്വർണം ധരിച്ച പുരുഷനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചൂരി എറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പോയപ്പോ ചില ആളുകൾ പറഞ്ഞു, സ്വർണമല്ലേ അത് നിങ്ങൾക്ക് എടുത്തുകൂടെ? എനിക്കത് വേണ്ട. അള്ളാഹുവിന്റെ റസൂല് നരകത്തിലാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹലാലിനെ സ്വീകരിച്ചൊരു സ്വഹാബി. പക്ഷേ നമുക്കോ പൈസ കിട്ടുന്ന വിഷയങ്ങളാണോ, എവിടെന്നോ എങ്ങനെയോ ആകട്ടെ, മത്സരിക്കണം, മറ്റുള്ളവനെ തോൽപ്പിക്കണം. അയൽപക്കക്കാരനെക്കാളും വലുതെനിക്ക്, എന്റെ സുഹൃത്തിനേക്കാളും ഷോപ്പുകൾ എനിക്ക്, അവനെക്കാളും വരുമാനം എനിക്ക്, അവനെക്കാളും സമ്പാദ്യം എനിക്ക് അവളെക്കാളും ആഭരണങ്ങൾ. ഈ മത്സരത്തോട് മത്സരം നടത്തിയിട്ട് എവിടെന്നാണ് ഈ പൈസ വരുന്നത്? ഹലാലാണോ ഹറാമാണോ? ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ? ഇത് ചിന്തിക്കാതെ മനുഷ്യൻ സമ്പത്തിന് ഓടി നടക്കുമ്പോൾ അൽമാലു ഹലാലുഹു ഹിസാബുൻ വഹറാമുഹു ഹസ്റത്തുൻ വനദാമ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, സമ്പാദ്യങ്ങളൊക്കെ ഹലാൽ സമ്പാദിച്ചാൽ നാളെ ഹിസാബിന് കാരണമാകും. വിചാരണയുടെ നീളം കൂടും. മുതലാളിയായ സ്വഹാബിയാണ് നാളെ അവസാനമായി വിചാരണ കഴിയുന്ന സ്വഹാബികളിൽ ഏറ്റവും വലിയ മുതലാളിയായിരിക്കും. ആ മുതലാളി മറ്റാരുമല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. ആ സ്വഹാബി സിറിയയിൽ നിന്ന് കച്ചവട സംഘങ്ങൾ മദീനത്തേക്ക് വന്ന സമയം, വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുതുബ ഓതുമ്പോഴാണ് വാദ്യമേളങ്ങളുമായി ആഴ്ചകളോളം മാസങ്ങളോളം എടുത്ത് യാത്ര തിരിച്ചു വരുന്ന യാത്രാ സംഘത്തെ കാണാൻ പള്ളിയിലെ കുട്ടികൾ തിരിച്ചോടി പള്ളിയിൽ നിന്ന് പാപ്പമാരെ കാണാൻ, ജ്യേഷ്ഠന്മാരെ കാണാൻ, അനിയന്മാരെ, പിതാക്കന്മാര് മക്കളെ കാണാൻ എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിയോടി. ഖുതുബ നടക്കുന്ന നേരത്ത് കച്ചവട സംഘം വന്നതാണ്. ഗൾഫിൽ നിന്ന് വാപ്പ വന്ന പ്രതീതി പോലുമല്ല, അതിനേക്കാളൊക്കെ വലുതല്ലേ. 40 ദിവസം എടുത്ത് തിരിച്ചുള്ള യാത്ര, അങ്ങോട്ട് 40 ദിവസം. ആ ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന യാത്രാ സംഘത്തെ കാണാൻ وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا قُلْ مَا عِندَ اللَّهِ خَيْرٌ مِنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا. ഒരു കച്ചവടമോ ഒരാനന്ദമോ കാണുമ്പോഴേക്കും ഖുതുബയോതുന്ന മിമ്പറിൽ നിൽക്കുന്ന നബിയെ അങ്ങയെ നോക്കുകുത്തിയാക്കി അങ്ങ് മിമ്പറിൽ നിൽക്കെ അങ്ങയെ ഉപേക്ഷിച്ച് പള്ളിയിൽ നിന്ന് പുറത്തു പോവുകയാണോ സത്യവിശ്വാസികൾ എന്ന് സൂറത്തുൽ ജുമുഅയിലെ ആയത്തിറങ്ങിയപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ യാത്രാ സംഘം വന്നപ്പോഴല്ലേ പ്രശ്നമുണ്ടായത്? എന്റെ യാത്രാ സംഘം വന്നപ്പോഴല്ലേ നബിയേ അങ്ങയുടെ ഖുതുബക്ക് മോശമുണ്ടായത്? എന്റെ യാത്രാ സംഘത്തിന്റെ ഒച്ചപ്പാടുകൾ കണ്ടപ്പോഴല്ലേ ഖുതുബ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയത്? അതുകൊണ്ട് നബിയേ, എത്രയോ ദിവസങ്ങൾ എടുത്തെടുത്ത യാത്രയാണതെന്നറിയാം, എത്രയോ സാധനങ്ങൾ, എത്രയോ പൈസയുടെ മുതലാണെന്നറിയാം.
ഇജ്അൽഹാ ഫീമാ യുർദീക യാ റസൂലല്ലാഹ്. ഈ കച്ചവട സംഘത്തിലുള്ള മുഴുവൻ സാധനവും നിങ്ങൾ എടുത്തോളൂ നബിയേ. ഇത് ഞാൻ കച്ചവടം ചെയ്യുന്നില്ല, അള്ളാഹുവിന് വേണ്ടി പ്രയാസം വന്ന ഒരു സമ്പത്ത് എനിക്ക് വേണ്ട, ജുമുഅക്ക് പ്രയാസം വന്ന ഒരു സമ്പത്ത് എനിക്ക് വേണ്ട നബിയേ. ഇത് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് സ്വതക്കയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് പണി ചെയ്തത്. ഈ സ്വഹാബിയെ കുറിച്ച് ശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഖിയാമത്ത് നാളിലെ വിചാരണ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കും സ്വർഗത്തിലേക്ക് പോകാൻ. അവിടുന്ന് ചോദിക്കും സ്വഹാബികളോട്, എല്ലാവരും എത്തിയോ? അവർ പറയും, നബിയേ എല്ലാവരും വന്നിട്ടുണ്ട്, ഒരാളൊഴികെ. ആരാണത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എത്തിയിട്ടില്ല. എവിടെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? വലാ സാല ഫിൽ ഹിസാബ്. വിചാരണ നടക്കുകയാണ്, ഇപ്പോഴും അല്ലാഹുവിന്റെ ചോദ്യം തീർന്നിട്ടില്ല നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർക്ക് പോരാൻ നേരമായിട്ടില്ല. മറ്റാരുമല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ കൊടുക്കാൻ ഉത്തരമുള്ള സ്വഹാബിയാണിത്. 10ഓളം സ്വഹാബിമാർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ നബി തങ്ങൾ? അൽ അശറത്തുൽ മുബശ്ശരീൻ, ആ 10 പേരിൽപ്പെട്ട ഒരാളാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സമ്പത്ത് കൊണ്ട് പത്രാസോ അഭിമാനമോ നടിക്കല്ലേ, ഇത്ര ഞങ്ങൾക്കുണ്ടെന്ന് പറയല്ലേ, ഞങ്ങളുടെ ആൾ ഇത്രയുണ്ടെന്ന് പറയല്ലേ, ഞങ്ങളുടെ പള്ളിക്ക് ഇത്ര വിലയെന്ന് പറയല്ലേ, അഭിമാനം സമ്പത്ത് കൊണ്ട് കളിക്കല്ലേ. അള്ളാഹുവിന്റെ മുമ്പിൽ എവിടുന്ന് ഇതൊക്കെ കൊണ്ടുവന്നു, എവിടെ ചെലവഴിച്ചു എന്ന ഓരോ പൈസയുടെയും കണക്ക് ബോധിപ്പിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ കാലെടുത്ത് വെക്കാൻ കഴിയില്ലെന്നാണ് ഹദീസെങ്കിൽ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്ന വാക്കൊന്ന് കേൾക്കിൻ. ഹലാലുഹു ഹിസാബുൻ, ഹലാലിലൂടെ സമ്പാദിച്ചതാണെങ്കിൽ തന്നെയും നാളെ വിചാരണയുണ്ട്. വഹറാമുഹു ഹസ്റത്തും വനദാമ, ഹറാമിലാണ് സമ്പാദിച്ചതെങ്കിൽ നാളെ സങ്കടത്തിന് കാരണമാകും. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ കുറിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നാടുകളിലൊക്കെ കാണാറുണ്ട്, പോസ്റ്റുകാരന്റെ കുറി, പോസ്റ്റ് ഓഫീസുകാരുടെ കുറി, 20,000 അടച്ചോളൂ, കിട്ടുമ്പോൾ 40,000, അല്ലേ 50,000 അടച്ചോളൂ, 5 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ 1.5 ലക്ഷം. ഹറാമാണ്, പലിശയാണത്. പലിശ നിങ്ങൾ സ്വീകരിക്കല്ലേ, നിങ്ങൾക്ക് ഹറാമാണത്. നിങ്ങൾ അടച്ചുവെച്ച സംഖ്യ മാത്രം നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ആ സംഖ്യയിൽ ഏറെ എത്ര നിങ്ങൾക്ക് ലഭിക്കുന്നുവോ അത് ലാഭമല്ല സഹോദരി, ലാഭമല്ല സഹോദര, നരകത്തിന്റെ കഷ്ണമാണ് നിങ്ങൾ എടുക്കുന്നത്. ഇന്ന സഅയകും ലശത്താ, അല്ലാഹുവിന് വേണ്ട എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ? ലൈഫ് ഇൻഷുറൻസുകാരെ, പോളിസി എടുപ്പിക്കുന്ന ആളുകാരെ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നത് ഹറാമല്ലയോ? വാഹനത്തിന് ഇൻഷൂർ പോലും ഉലമാ റുഖ്സ ചെയ്തതാണ്. അനിവാര്യമായതിന്റെ പേരിൽ, റോഡിൽ വാഹനം ഇറങ്ങാൻ നിർവാഹമില്ലാത്തതിന്റെ പേരിൽ റോഡിൽ ഇറങ്ങുന്ന വാഹനത്തിന് നിങ്ങൾക്ക് ഇൻഷൂർ ചെയ്യാമെന്നല്ലാതെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുത്ത് മനുഷ്യന്മാരുടെ ജീവന് രക്ഷക്ക് പോളിസികളാണെന്ന് പറഞ്ഞ് പണമടക്കുകയും അതിന്റെ ഇത്ര മടങ്ങ് അപകടം സംഭവിച്ചാലോ മരണപ്പെട്ടാലോ തരാമെന്ന് പറയുന്ന പോളിസി ഏർപ്പാടുകൾ ഹറാമാണ്. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അടച്ച സംഖ്യ നിങ്ങൾ എടുത്തത് നിങ്ങളുടേതാണ്. അതിന്റെ ഏറെയുടെ വരുമാനമോ ഏറെ അവർ തരാൻ പോകുന്നതോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചോളൂ. നമ്മുടെ വീടുകൾ ഉണ്ടാക്കുന്ന, നമ്മുടെ വീടുകളുടെ ചുമരുകൾ ഹറാമുകൾ എന്ന് പൊന്തുന്ന ചുമരുകളാണെങ്കിൽ എങ്ങനെയാണ് ആ വീടുകളിൽ അച്ചടക്കമുള്ള മക്കൾ ഉണ്ടാവുക? 5 സെന്റ് ഭൂമി വാങ്ങുമ്പോഴേക്കും അത് ബാങ്കുകാരന് പോയി പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് പലിശക്ക് ലോൺ എടുത്ത് തുടങ്ങുന്ന വീടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ വെളിച്ചം വരുമോ സഹോദര? അള്ളാഹുവിന്റെ വെളിച്ചം വരുമോ സഹോദരി? ലോൺ എടുത്തിട്ട് പലിശക്കാണ് വീടുണ്ടാക്കുന്നതെങ്കിൽ ആ വീടിന്റെ ചുമരും അതിന്റെ പെയിന്റിങ്ങും അവിടെ നിങ്ങൾ വെച്ച വാഷ് ബേസിനും നിങ്ങളുടെ കട്ടിലും നിങ്ങളുടെ അലങ്കാരങ്ങളും അലമാരകളും ഹറാമിന്റെ പലിശയുടെ പൈസ കൊണ്ടാണ് വാങ്ങിച്ചതെങ്കിൽ അവിടെ കാരുണ്യത്തിന്റെ മലക്കുകൾ വരുമോ സഹോദര? അവിടെ എങ്ങനെയാണ് റഹ്മത്തുണ്ടാവുക? അവിടെ എങ്ങനെയാണ് റബ്ബിന്റെ കാരുണ്യം വരിക? ആരോട് മത്സരിക്കാനായി ലോൺ എടുത്തത്? 2 കൊല്ലം കൊണ്ട് വീട് പൂർത്തിയാക്കണമെന്നും 5 കൊല്ലത്തിനുള്ളിൽ നാട്ടുകാരെ ഞെട്ടിക്കണമെന്നും ആര് പറഞ്ഞു നിന്നോട് ഇത് ചെയ്യാൻ? അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ സഹായവും വരുന്നത് വരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ബാങ്കുകാരന് കൊണ്ടുപോയി പണയപ്പെടുത്തി, അത് പണ്ടങ്ങളാണെങ്കിലോ സ്വർണമാണെങ്കിലോ ലാൻഡ് ആണെങ്കിലോ നിങ്ങൾ ചെയ്യുന്ന മോർഗേജുകൾ, പലിശ ബാങ്കുകളുമായി ചെയ്യുന്ന ഏർപ്പാടുകൾ ഹറാമാണെന്നും എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ
അങ്ങനെ യഥേഷ്ടം നമ്മുടെ വീടുകളും പറമ്പും കല്യാണങ്ങൾ വരെ, വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നത് വരെ പണ്ടങ്ങൾ പണയപ്പെടുത്തിയിട്ട് ബാങ്കുകാരന്റെ ലോൺ എടുത്തിട്ട് ഭർത്താവിന്റെ പൈസ വരുമ്പോഴേക്കും ലോൺ എടുത്തിട്ട് സദ്യയാക്കുകയായി. ആരെ ബോധിപ്പിക്കാനാണ് ഹറാമിന്റെ പൈസ കൊണ്ട് നിങ്ങൾ ആളുകളെ തീറ്റിച്ചത്? ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഹറാമിന്റെ പൈസ കൊണ്ട് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്തത്? ആരെ ഞെട്ടിക്കാനായിരുന്നു ഹറാമിന്റെ ലോൺ എടുത്തുകൊണ്ട് കല്യാണം നടത്തിയത്? അതുകൊണ്ട് സഹോദര സഹോദരി, وما يغني عنه ماله إذا تردى أحل الله البيع وحرم الربا. പലിശ വാങ്ങുന്നതോ കൊടുക്കുന്നതോ അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞിരിക്കെ വമാ യുഗ്നി അൻഹു മാലു, ഈ പൈസയൊക്കെ നാളെ രക്ഷപ്പെടുത്തുമോ? ഇദാ തറദ്ദാ, അല്ലാഹുവിന്റെ നരകത്തിലേക്ക് ആണ് വീണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പലിശയുടെ പൈസ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുമോ? ഹലാലിന്റെ പൈസ പോലും വരില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹറാമു ചെയ്യുക? അതുകൊണ്ട് ഇന്ന സഅയകും ലശത്താ, ഹലാലിന് വേണ്ടി പരിശ്രമിച്ചോളൂ. ഹലാല് നടക്കുന്ന വീട്ടിലെ സൽക്കർമ്മങ്ങളുള്ള മക്കളുണ്ടാകൂ. ഹലാല് ഭക്ഷിപ്പിച്ചാലേ ഭാര്യ നന്നാവൂ. ഹലാല് ഭക്ഷിച്ചാലേ ഭർത്താവ് നന്നാവൂ. ഹലാല് ഭക്ഷിക്കുന്ന മനസ്സുകളിലാണ് നന്മയും സദാചാരവും ഉണ്ടാകുന്നത്. നന്മ വിളയണമെങ്കിൽ ഹലാലുകൾ തിന്നുന്ന വീടുകളാകണം. ഹറാമുകളിൽ പോയി ചാടല്ലേ. ഹലാലും ഹറാമുമുള്ള ലോകമാണിത്. ജ്യൂസുകളും ബീവറേജുകളും കിട്ടുന്ന ലോകമാണിത്. ആൽക്കഹോളിക് ഡ്രിങ്ക്സും നോൺ ആൽക്കഹോളിക്കും കിട്ടുന്ന ലോകമാണിത്. ടോക്സിക്കും ഇൻടോക്സിക്കൻസും കിട്ടുന്ന ലോകമാണിത്. ഹറാമും ഹലാലുമുള്ള ലോകമാണിത്. ഇവിടുന്ന് എന്ത് വേണം, ഞാൻ ഏത് തെരഞ്ഞെടുക്കണം, അത് തെരഞ്ഞെടുക്കാനാണ് അല്ലാഹു നമ്മെ പറഞ്ഞയച്ചത്. ഹുവൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണവും ജീവിതവും നിങ്ങൾക്ക് അല്ലാഹു പടച്ചത് നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ പുരയുടെ വലുപ്പം നോക്കാനല്ല, നിങ്ങളുടെ ആഭരണത്തിന്റെ ഭാരം കാണാനല്ല, നിങ്ങളുടെ വസ്ത്രത്തിന്റെ ചന്തം കാണാനല്ല, നിങ്ങളുടെ പെരുമയോ നിങ്ങളുടെ പൊലിമയോ കാണാനല്ല. അഹ്സനു അമലാ, അല്ലാഹുവിന് വേണ്ടി ആരാണോ കൃത്യമായും വസദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പണിയെടുക്കുന്നത് ആരാണോ അവരെ കാണാനാണ് ഈ ലോകത്തെ അല്ലാഹു സംവിധാനിച്ചത്. ജീവിതവും മരണവും അല്ലാഹു പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിച്ചുവല്ലോ. അല്ലാഹുവിനോട് ചോദിക്കാം, അല്ലാഹുവേ, ഹലാല് തിന്നുന്നവരും ഹലാല് പ്രവർത്തിക്കുന്നവരും ഹലാല് സ്വീകരിക്കുന്നവരുമാക്കി തരണേ പടച്ചവനെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, ഹറാമുമായി ഇടപെട്ടത്, പലിശ ബാങ്കിൽ പോയി ലോൺ എടുത്തത്, പലിശ ബാങ്കിൽ നിന്ന് പലിശ എടുത്ത് തിന്നത്, എല്ലാം പുറത്തു തരണേ പടച്ചവനെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഓരോ നിമിഷവും ഓർത്തുകൊണ്ട് ജീവിച്ചോളൂ. ഇത് എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടുമുള്ള ഉപദേശമാണ്. ഇത് കളിക്കാൻ വന്ന ലോകമല്ല, ഇത് ചിരിക്കാൻ വന്ന ലോകമല്ല, ഇത് ആനന്ദിച്ച് മതിമറന്ന് ജീവിക്കാൻ വന്ന ലോകമല്ല. കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായ മാർഗരേഖയിലൂടെ ജീവിച്ച് നടന്ന് അങ്ങോട്ട് അക്കരെ പറ്റാൻ ആർക്ക് കഴിയുമോ? ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവർ സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്കാണ് പോകുന്നത്. അവിടെ കാത്തിരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൗദുൽ കൗസറിന്റെ അരികത്ത് കാത്തിരിക്കും. ലോകത്തോട് യാത്ര പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന ഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അരികത്ത് ഞാൻ അവിടെ നിൽക്കും കേട്ടോ. ഞാൻ നിങ്ങളവിടെ കാണാൻ കൊതിക്കുന്നുണ്ട്. നമ്മളെ കാണാൻ കൊതിച്ചില്ലേ നബി തങ്ങൾ? ബഖീഇൽ എന്ന് ജന്നത്തുൽ ബഖീഇൽ ഒരു സ്വഹാബിയെ മറവ് ചെയ്തുകൊണ്ടിരിക്കെ, സ്വഹാബത്ത് അവിടെ ഇങ്ങനെ കൂടിയിരിക്കെ, ഏതാനും സ്വഹാബികളോടുകൂടെ അവിടെ നിന്ന് വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞു, വദിച്ചു, ഞാൻ കൊതിച്ചു പോകുന്നു, ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നുണ്ട് സ്വഹാബികളെ. അവർ ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലേ? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ കമ്പാനിയൻസ്, നിങ്ങൾ എൻ്റെ സഹചാരികൾ, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്. എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, അവർ ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. അല്ലദീന ലം യഅ്തു ബഅദു, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാൻ
അല്ലാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കണ്ടിട്ടില്ല അവർ, പക്ഷേ എന്നിൽ വിശ്വസിക്കും. ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷികളല്ല അവർ, പക്ഷേ അല്ലാഹുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ. അല്ലാഹുവിനെ കണ്ടിട്ടില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ. അങ്ങനെ നിങ്ങളുടെ കാലശേഷം വരാൻ പോകുന്ന, ലോകാവസാനം വരെ വരാൻ പോകുന്ന സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് മരണപ്പെട്ട ഒരു സമൂഹത്തിന്റെ അരികത്ത് മഖ്ബറയിൽ ചെന്നിട്ട്, ഖബർസ്ഥാനിൽ ചെന്നിട്ട് ജീവിച്ചിരിപ്പുള്ള സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വരാൻ പോകുന്ന തലമുറയെ കാണാൻ കൊതിച്ച നബിയാണ് ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലേ? ആ ഹബീബിനോടൊപ്പം അല്ലാഹുവിന്റെ രക്ഷ കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിനെ നോക്കിയിട്ട് മുഖത്ത് ശോഭ കിട്ടാൻ ആഗ്രഹമില്ലേ മുഅ്മിനേ? നമുക്കൊക്കെ എന്തൊരു ധൈര്യമാണ്. സ്വഹാബത്ത് കരഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയത്. ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ആട്ടിൻകുട്ടിയായിരുന്നിട്ട് ആളുകൾ എന്നെ അറുത്ത് ഭക്ഷിച്ച് എന്നോട് നാളെ അല്ലാഹു കൂനൂ തുറാബാ, മണ്ണായിക്കോളൂ എന്ന് പറയുമ്പോ ഒന്ന് മണ്ണായി മാറാൻ ഉമറിന് കഴിഞ്ഞെങ്കിലെന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മുനാഫിക്കുകളുടെ, കപടവിശ്വാസികളുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു നബി തങ്ങൾ. ആരൊക്കെയാണ് കപടവിശ്വാസികളെന്ന്? മനസ്സിന്റെ ഉള്ളിൽ അവിശ്വാസവും പുറമേ മുസ്ലിമുമായി നടക്കുന്ന ആളുകളുടെ പേര്, വിവരം, കുടുംബ പേരടക്കം അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തപ്പോൾ പിന്നാലെ ഓടിച്ചെന്ന് എന്റെ പേരതിലുണ്ടോ എന്ന് ചോദിച്ച സ്വഹാബിയുണ്ട് മുഅ്മിനേ. നമ്മളങ്ങ് വിചാരിച്ചു സ്വർഗത്തിലേക്കാണെന്നല്ലേ? നമ്മുടെ ആളെ കൈപിടിച്ചപ്പോഴേക്കും സ്വർഗത്തിലെത്തി എന്ന് വിചാരിച്ചുവല്ലേ? നമ്മൾ വിചാരിച്ചു, നമ്മൾ ഉറപ്പിച്ചു നമ്മൾ സ്വർഗത്തിലെന്ന്. സ്വഹാബത്തിന് ധൈര്യം വന്നിട്ടില്ല, സ്വഹാബത്തിനത് പറയാൻ ധൈര്യം വന്നിട്ടില്ല. പിന്നാലെ ചെന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹിബ് സിർരി റസൂലില്ലാ, അങ്ങയുടെ കയ്യിൽ മുനാഫിക്കുകളുടെ പേര് നബി തങ്ങൾ തന്നുവല്ലോ, ആ പേര് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല, മാ കുന്തു ലിഉഫ്ശിയ സിർറ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യം ഞാൻ പരസ്യപ്പെടുത്തൂല. പിന്നാലെ നടന്നു ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഹുദൈഫ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ പേരിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ എന്ന പേരുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞു തരുമോ? എന്താണിത്? സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് ഉറപ്പായിരിക്കെ, സ്വർഗത്തിലേക്ക് ഉമറേ നിങ്ങൾ, ഉമറും ഫിൽ ജന്ന, ഉമർ എന്നവരെ നിങ്ങൾ സ്വർഗത്തിലാണ് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും എന്റെ പേര് കപടവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടോ ഹുദൈഫ എന്ന് ചോദിച്ചു നടന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ എന്തൊരു ധൈര്യമാണ്, നമ്മളൊക്കെ എന്തൊരു ധൈര്യത്തിലാണ് ജീവിക്കുന്നത്. നാളത്തെ പരലോകത്തെ കുറിച്ചുള്ള ബോധത്തിലാണോ നമ്മൾ ഉറപ്പിച്ചു സ്വർഗത്തിലാണെന്ന്, നമ്മുടെ സംഘടന സ്വർഗത്തിലാണെന്ന്, നമ്മുടെ ആളുകൾ സ്വർഗത്തിലാണെന്ന്, നമ്മുടെ ശൈഖിനെ പിടിച്ചാൽ സ്വർഗമാണെന്ന്? സ്വഹാബത്തിന് ധൈര്യം വന്നിട്ടില്ല. ഇത് അല്ലാഹുവിനോട് നമ്മൾ കൊതിക്കുകയാണ് സ്വർഗത്തിലാവട്ടെ എന്ന്. ഒരു മുസ്ലിം പോലും സ്വർഗത്തിലാണ് എന്റെ ആളെന്ന് പറയാൻ ധൈര്യപ്പെടൂല, അമ്പിയാക്കന്മാരൊഴികെ, അമ്പിയാക്കന്മാരൊഴികെ. എത്ര സൽക്കർമ്മം ചെയ്ത ആള് പോലും എന്റെ മരണം മോശമാകുമോ എന്ന് പേടിച്ചിട്ടുണ്ട്. സ്വഹാബികൾ പേടിച്ചിട്ടുണ്ട്. കർമ്മങ്ങൾ ഇത്രക്ക് ചെയ്ത ആളുകൾ. നമ്മളൊക്കെ എത്ര പേടിക്കണം, നമ്മൾ എത്ര പേടിക്കണം. വിവരക്കേട് കൊണ്ടാണ് നമ്മുടെ ധൈര്യം, വിവരക്കേട് കൊണ്ടാണ് നമ്മുടെ ധൈര്യം. ഈമാനിന്റെ കുറവ് കൊണ്ടാണ് ഈ ധൈര്യം. പരിഹരിക്കണം മുഅ്മിനെ, ഇത് പരിഹരിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിനയത്തോടുകൂടെ നടന്നു വരിൻ, വിനയത്തോടുകൂടെ നടന്നു വരിൻ. ഇദാ തഖറബ ഇലയ്യ അബ്ദി ശിബ്റൻ തഖറബതു ഇലൈഹി ബാഅ, ഒരൽപ്പം ഒരു ചാണിന്റെ അടുത്തേക്ക് വന്ന ഒരു മുഴം ഞാൻ അങ്ങോട്ട് അടുക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. നിങ്ങൾ നടന്നു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാമെന്ന് അല്ലാഹു ജല്ല ജലാലു. എല്ലാ രാവിലും പകലിലും അവന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമെന്നല്ലേ അതിന്റെ അർത്ഥം. അല്ലാഹു രാവിലും പകലിലും ചോദിക്കുക, നിങ്ങൾ മടങ്ങുന്നുണ്ടോ? ഞാൻ സ്വീകരിക്കാം. പശ്ചാത്തപിക്കുന്നുണ്ടോ? ഞാൻ തൗബ സ്വീകരിക്കാൻ ഒരുക്കമാണ്. പാപമോചനം
മോചനം ചോദിക്കുന്നുണ്ടോ? ഞാൻ പുറത്തു തരാം. തെറ്റുകൾ തിരുത്തണമെന്ന് അവസരം തോന്നുന്നുണ്ടോ? ഞാൻ അവസരം തരാം. അള്ളാഹു ഇങ്ങനെ ചോദിച്ചിട്ട് പോലും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കാൻ നമുക്ക് സാധിക്കണം. മുഅ്മിനെ, ആ മനസ്സിന് വേണ്ടി ചോദിക്കിൻ. അള്ളാഹുവിനോട് ആ മനസ്സ് തരാൻ വേണ്ടി ചോദിക്കിൻ. ആ മനസ്സ് ചോദിക്കിൻ. റബ്ബിന് ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى. ഈ ലോകവും പരലോകവും അല്ലാഹുവിനെ നമ്മളാണ് ഹിദായത്തിന്റെ ഉറവിടം. അല്ലാഹു പറയുന്നു, യാ റബ്ബനാ അല്ലാഹുമ്മ ഹ്ദി ഖുലൂബനാ അല്ലാഹുമ്മ ഹ്ദി ഖുലൂബനാ അല്ലാഹുമ്മ അൽഹിംനാ മറാഷിദ ഉമൂരിനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നന്മ തരയണമേ, ഹിദായത്ത് തരയണമേ പടച്ചവനെ. മഹാനായ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. മുആദ് എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്. മുഅ്മിന് മുഅ്മിനിനെ സ്നേഹിക്കുന്നുണ്ട്, മുഅ്മിനത്ത് മുഅ്മിനത്തിനെ സ്നേഹിക്കുന്നുണ്ട്. മുഅ്മിനിനോട് സ്നേഹം തോന്നിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുആദേ ഇന്നി ഉഹിബ്ബുക യാ മുആദ്, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് മുആദ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം ദിക്റുകൾ, ആദ്യത്തെ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അൻ തഖൂല ദുബറ കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരം കഴിഞ്ഞാലും മുആദേ നിങ്ങൾ ഇങ്ങനെ പറയണം കേട്ടോ. മുആദേ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അലാ ശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കു റബ്ബേ. നിന്നെ ഓർമ്മ വരണം. തിന്മകളുടെ മുമ്പിലേക്ക് ചെന്ന് ചാടുമ്പോൾ നിന്നെ ഓർമ്മ വരണം. അല്ലാഹുവേ നിന്നെ ഓർമ്മപ്പെടുത്തി തരണേ, നിനക്ക് ദിക്ർ ചൊല്ലാനുള്ള നാവ് തരണേ പടച്ചോനെ. വഅലാ ശുക്രിക അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് തൗഫീഖ് താ റബ്ബേ. വഹുസ്നി ഇബാദതിക്, നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും